Lakshmi here. Welcome back to yet another wonderful episode of Pinnazhak. നമ്മളിപ്പം പിന്നഴകിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേക്കപ്പ് റുട്ടീൻ്റെ ഒരു സീരീസ് ആണ്. കഴിഞ്ഞ 3 എപ്പിസോഡായിട്ട് നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് പല രീതിയിലായിട്ടുള്ള റുട്ടീൻസ് നമ്മൾ കാണിച്ചു തന്നു. നമ്മുടെ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സ്കിൻ പ്രെപ്പ് ചെയ്യണ കാണിച്ചു തന്നു, സെക്കൻഡിൽ ബേസ് ഇടുന്ന കാണിച്ചു തന്നു, തേർഡിൽ നമ്മൾ ഐ മേക്കപ്പും ഐബ്രോസും കാണിച്ചു തന്നു, കാജലൊക്കെ വരച്ച് കണ്ണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണണം. ഓക്കെ, നമ്മൾ എന്താ ഇനി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിമെൻഷൻസ് കൊടുക്കാൻ പോവുകയാണ് മുഖത്തിന്. നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നത് നമ്മുടെ മുഖത്തെ സ്കിൻ ടോൺ ഒന്ന് ഈവൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ബ്രൈറ്റ് ആക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ്റെ ടോൺ ആവരുത്, പക്ഷെ നമ്മുടെ നാച്ചുറലി ഇൻബോൺ ആയിട്ടുള്ള അണ്ടർ ടോൺ എന്താണോ ആ ഫൗണ്ടേഷൻ വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. ഇട്ട് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖത്തുള്ള ഡിമെൻഷൻസ് നമുക്ക് നഷ്ടപ്പെടും, വിച്ച് ഇസ് വെരി വെരി നോർമൽ. നമ്മുടെ സ്കിന്നിലുള്ള ഷാഡോസ്, ലൈറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഈ നഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമുക്ക് ഇനി തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്താൽ മാത്രമേ മുഖത്തിന് ഷാഡോസും ലൈറ്റ്സും അങ്ങനത്തെ എലിമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. ഷാഡോസ് കൊടുക്കുന്ന ആ ഒരു മെത്തേഡിനാണ് നമ്മൾ കോൺടൂറിങ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അതിന് കട്ടിങ് എന്നൊക്കെ രീതിയിലുള്ള വാക്കുകൾ യൂസ് ചെയ്യും. നമ്മൾ നോസ് കട്ട്, ചിൻ കട്ട്, ചീക്ക് കട്ട് എന്നൊക്കെ പറയും. നമുക്ക് അത്രയുള്ള ചിൻ കട്ടും ചീക്ക് കട്ടും നോസ് കട്ടൊന്നും ആവശ്യമില്ല. ഇൻ റിയൽ ലൈഫ് യു ഡോണ്ട് നീഡ് ഓൾ ദാറ്റ്. നമ്മൾ കൂടുതൽ ഷൂട്ടിങ്ങിനും അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കുറേ കോൺടൂറിങ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യമൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ച് ഡിമെൻഷൻസ് മുഖത്തിന് കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺടൂർ ചെയ്യുമ്പോൾ ഒരിക്കലും കോൺടൂറിങ് പ്രോഡക്ട്സ് ഷിമ്മറി ആയിരിക്കരുത്. എപ്പോഴും കോൺടൂറിങ് പ്രോഡക്ട്സ് മാറ്റ് ആയിരിക്കും. സോ യു ഹാവ് ടു ഓൾവേസ് യൂസ് മാറ്റ് പ്രോഡക്ട്സ്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഒന്ന് നല്ലൊരു ചിസിൽഡ് കോൺടൂർ കൊടുക്കാൻ പോവാണ്. നമുക്ക് കോൺടൂർ കൊടുക്കാമെന്ന് വെച്ചാൽ ഒരുപാട് എക്സ്ട്രീം കോൺടൂറിങ് ചെയ്യുന്നില്ല, ക്രീം കോൺടൂർ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. വിച്ച് ഇസ് ഗോയിങ് ടു ഗിവ് ഹർ എ വെരി നാച്ചുറൽ കോൺടൂർ. ഓക്കെ, നമ്മളിപ്പോൾ കോൺടൂറിങ് ചെയ്യാൻ പോവാണ്. ഇതൊരു കോൺടൂറിങ് പാലറ്റ് ആണ്. അതിനകത്ത് പല മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ ഡാർക്കർ ടോൺ ബട്ട് നോട്ട് എക്സ്ട്രീംലി ഡാർക്ക്. കാരണം അതിലേക്ക് ഒരു ചോക്ലേറ്റ് കളറാണ് സ്കിൻ ടോൺ. അപ്പോൾ സ്കിൻ ടോണിൽ 2 ടോൺ ഡാർക്ക് കോൺടൂറിങ് ആവാൻ പാടുള്ളൂ. സോ പൗഡർ കോൺടൂർ ചെയ്യാൻ പോകുന്നത് വി നോട്ട് ഗോയിങ് ടു ഗിവ് എ മാറ്റ് കോൺടൂർ. എന്നിട്ട് പൗഡർ കോൺടൂർ എടുത്തിട്ട് ജസ്റ്റ് ടാപ്പ് ഓഫ് ദി എക്സസ്. ഇനി ഞാനൊന്ന് ചീക്ക് ബോൺസ് ചിസിൽ ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു ശരിക്കും ഈ ഭാഗം ഉള്ളിലോട്ട് പോകും, ഈ ഭാഗം തുടുത്ത് വരും. അങ്ങനെയാണ് കോൺടൂറിങ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. സെയിം തിങ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഡു ഓൺ ദി അതർ സൈഡ് ആസ് വെൽ. ഞാൻ ജസ്റ്റ് ചീക്ക് ബോൺസ് ഒന്ന് ചെറുതായിട്ട് കോൺടൂർ ചെയ്തു. ഇനി ഞാൻ ആദ്യമേക്ക് കുറച്ചും കൂടി ലെങ്തി ഫോർഹെഡ് ആണ്. സോ ഈ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് കോൺടൂർ ചെയ്ത് വിടുകയാണ്. ഒരുപാട് എക്സ്ട്രീംലി ഡാർക്കായിട്ട് ഇരിക്കരുത്, പിഗ്മെൻറ്റേഷൻ പോലെ ഇരിക്കരുത് ഒരിക്കലും. പിന്നെ അതിലേക്ക് ഇവിടെ ചെറുതായിട്ടൊരു ക്ലെഫ്റ്റ് ഉണ്ട്. സോ ഒരു ക്ലെഫ്റ്റ് ചിന്നാണ്. സോ ആ ക്ലെഫ്റ്റ് ഒന്ന് ജസ്റ്റ് എൻഹാൻസ് ചെയ്യാണ്. ഇവിടെ ഒന്ന് കോൺടൂർ ചെയ്തിട്ട് ഞാൻ എന്നിട്ട് ജോ ലൈനിൽ നിന്ന് കുറച്ച് കോൺടൂർ ചെയ്യാണ്. അതിലേക്ക് കുറച്ചൊരു സ്ക്വയർ ജോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കോൺടൂർ ചെയ്ത് വിടുകയാണ്. ജസ്റ്റ് ഒന്ന് കോൺടൂർ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വെച്ചാൽ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പോവാണ്. സ്കിന്നിന് ശരിക്കും ഒരു ബ്ലഡ് ഫ്ലോ ആസ്പെക്റ്റ് ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. സോ ഈ ലുക്കിന് സിങ്ക്രണൈസ് ചെയ്യുന്ന രീതിയിൽ ബ്ലഷ് ഞാനെടുത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാനൊരു മാറ്റ് ബ്ലഷ് എടുക്കും. ഞാൻ ഷിമറി ബ്ലഷസ് അവോയ്ഡ് ചെയ്യും. കാരണം ഏറ്റവും വേഴ്സറ്റൈൽ മാറ്റ് ബ്ലഷസ് ആണ്. യു അപ്ലൈ ബ്ലഷ് വെരി വെരി സട്ടിൽ. ഒരുപാട് ഡാർക്കായിട്ട് ഇടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. സോ 2 കളറും കൂടെ എടുത്തിട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ടാപ്പ് ഓഫ് ആൻഡ് ടേക്ക് ദി എക്സസ് ഓഫ്. ജസ്റ്റ് ആ കോൺടൂറിൻ്റെ തൊട്ട് മുകളിൽ കുറച്ചൊരു ബ്ലഷ് പോലെ അപ്ലൈ ചെയ്യാം. And I'm going to use കുറച്ചും കൂടെ ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് I'm going to take a bit of warm gold tones ഉള്ള ഹൈലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എബവ് ചീക്ക് ബോൺസ് ഉള്ള ഭാഗങ്ങൾ, ഇവിടെ തൊടുത്തിരിക്കുന്നത് ലൈറ്റ് തട്ട് ചെയ്ത് ബൗൺസ് ചെയ്യുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഇതിനാണ് ഡിമെൻഷൻസ് കൊടുക്കാമെന്ന് പറഞ്ഞത്. നമ്മൾ ഷാഡോ കൊടുത്തു, കളർ കൊടുത്തു, ലൈറ്റ് കൊടുത്തു. ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മുഖത്തിന് ലൈറ്റ്സ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 ആസ്പെക്റ്റ് മുഖത്ത് കൊടുക്കുന്നത്. നമ്മൾ ഡിമെൻഷൻസ് ഒക്കെ മുഖത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലിപ്പ് ലൈനറിലേക്ക് പോവുകയാണ്. ലിപ്പിൽ ഇപ്പം വലിയ ഡ്രൈ പാച്ചസ് ഒന്നും ഇല്ല. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ലിപ്പ് ആദ്യം ഒരു ലൈൻ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യാൻ പോവാണ്. സോ ഐ എം ഗോയിങ് ടു യൂസ് എ ബെറി കളർ. ബെറി കളർ ലൈനേഴ്സ് ആർ വെരി വെരി പ്രിറ്റി ഓൺ ഡീപ്പർ സ്കിൻ ടോൺസ്. അപ്പോൾ ഞാൻ നല്ലൊരു ബെറി കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നല്ലൊരു ലൈൻ കൊടുക്കാൻ പോവാണ്. ഒരു വേ വരയ്ക്കാൻ പോവാണ്. ഇവിടെ ഒരു വര വരയ്ക്കുകയാണ്. എന്നിട്ട് ഒരു സ്റ്റാർട്ട് ഡ്രോയിങ്.
ആതിരയ്ക്ക് കൊടുക്കാൻ പോകുന്ന ഒരു ന്യൂഡ് ലിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാനൊരു വൈൻ കളർ വെച്ച് ഫില്ല് ചെയ്തിട്ട് ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് കോർണേഴ്സിൽ കൂടെ കൊടുത്ത് കുറച്ചും കൂടി ഡിമെൻഷൻ ലിപ്പിന് കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ലിപ്പ് വരച്ചു. ഇപ്പോൾ തന്നെ ലിപ്പിന് നല്ലൊരു ഡിമെൻഷനായി. ഇനി ഞാൻ ഇതിനൊരു ഗ്ലോസ് കൊടുക്കാൻ പോവാണ്. ഇറ്റ്സ് എ ന്യൂഡ് ലിപ്സ്റ്റിക് ഗ്ലോസ്. കുറച്ച് ഗ്ലോസി ആണ്, പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് പിഗ്മെൻറ്റഡ്. അപ്പോൾ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ഗ്ലോസ് ആണ്. അത് ജസ്റ്റ് ഒന്ന് സെൻറ്റർ പോർഷൻ ഓഫ് ദ ലിപ്പിൽ കൂടെ കൊടുത്ത് അത് നല്ലൊരു ന്യൂഡ് ലിപ്പ് പോലെ ആക്കുകയാണ് ഞാൻ അതിൻ്റെ ലിപ്സ്റ്റിക്ക്. അതിന് ലിപ്സ്റ്റിക്ക് ഞാൻ വരച്ചു, ലിപ് ഗ്ലോസ് ഇട്ടു, ന്യൂഡ് ലിപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ ആതിരയുടെ ബാക്കിയുള്ള റുട്ടീൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ടിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദേ വരുന്നതായിരിക്കും. സോ എവ്രി വൺ, ഇപ്പം നമ്മുടെ ആതിരേനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആതിരയുടെ ആക്സസറീസ് ഇട്ടു, ഒന്നും ചെയ്തില്ല ഞങ്ങൾ, ജസ്റ്റ് ആക്സസറീസ് ഇട്ടു. ആതിരയുടെ മുടി ഒന്ന് അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത്, വേറെ ഹെയർ സ്റ്റൈലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ ഔട്ട്ഫിറ്റ് തന്നെ സെയിം ഔട്ട്ഫിറ്റാണ്, ബട്ട് ജസ്റ്റ് എന്തെങ്കിലും കുറച്ച് ലാഷസ് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം തന്നെ ആതിരനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇപ്പം നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ആതിരേനെ അറിയാം. ആതിര വളരെ നാച്ചുറൽ, വളരെ ബ്യൂട്ടിഫുൾ ആണ് നാച്ചുറലി. പക്ഷേ ആതിര മേക്കപ്പ് ചെയ്തപ്പോൾ ആ ആതിരേനെ ഒരിക്കലും ഞാൻ മാറ്റിയിട്ടില്ല. പക്ഷേ ആതിരയുടെ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്തു. സ്കിന്നിൻ്റെ ഭംഗി, ആ ഗ്ലോ എലമെൻറ്റ് ഞാൻ അതുപോലെ നിലനിർത്തിയിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ സ്കിന്ന് നല്ല മെഴുകു പോലത്തെ സ്കിന്നാണ്. ഷീ ഹസ് ഗോട്ട് വെരി ബ്യൂട്ടിഫുൾ സ്കിൻ. അപ്പോൾ പക്ഷേ ഞാൻ പുട്ടി അടിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ആ ഒരു സ്കിൻ ടോൺ വെച്ചിട്ട് നല്ല വാക്സ് എഫക്റ്റിൽ നല്ല ഗ്ലോയിങ് സ്കിന്നായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഐ മേക്കപ്പ് അതിൽ ഒരുപാട് ഹെവി അല്ല, പക്ഷേ ഞാൻ കുറച്ചും കൂടി അട്രാക്ഷൻ കൊടുത്തിരിക്കുന്നത് ഐ ഭാഗത്താണ്. ബട്ട് ലിപ്പിൽ ഞാൻ കുറച്ചും കൂടി ന്യൂട്രൽ രീതിയിലുള്ള ലിപ്പാണ് കൊടുത്തിരിക്കുന്നത്. സോ ഒബ്സർവ് ആൻഡ് ട്രൈ ആൻഡ് റെപ്ലിക്കേറ്റ്. നമ്മുടെ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Again, we will come up with very interesting videos again on Pennadagal. Stay tuned. I'll see you again very soon on Pennadagal next week. This is me, Lakshmi, signing off. Bye-bye.